ജലം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു നാട്, അതേ ജലം കൊണ്ട് പിന്നീട് മുറിവേറ്റ നാട് നമ്മുടെ സ്വന്തം കേരളം. അവിടെ ഒരാൾ ഈ ജലത്തെ പിടിച്ചു കെട്ടി സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ച് ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് തൻ്റെ ബിസിനസ് സാമ്രാജ്യം ഉയർത്തുകയാണ്. ചാനൽ മലയാളത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് തൃശ്ശൂരിൻ്റെ അഭിമാനമായ മൂത്തേടൻ പൂൾസിൻ്റെ അമരക്കാരൻ ശ്രീ ജോസ് മൂത്തേടൻ സാറാണ്. സാറിൻ്റെ ഒരു ലൈഫ് സ്റ്റോറിയും സ്വിമ്മിംഗ് പൂളിലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് തോന്നുന്നു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണിത് അല്ലേ? നമ്മളങ്ങനെ വളരെ വെറൈറ്റി എന്ന് പറയാവുന്നൊരു ബിസിനസ്. ഇതിലേക്ക് കടക്കാനുണ്ടായ ഒരു ധൈര്യം ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇതെനിക്ക് തുടങ്ങാം എന്നുള്ളൊരു എക്സ്പീരിയൻസ് അത് എവിടെ നിന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു സമയം, അതൊക്കെ ഒന്ന് പറയാമോ? ഇതാണ് എൻ്റെ വഴി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷെ തുടക്കം നമ്മൾ 2003 ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഒരു ഫ്രഞ്ച് കമ്പനിയുടെ ഒരു സൗത്ത് ഇന്ത്യൻ ഡീലർഷിപ്പ് ഓപ്പണായി മുന്നിൽ വന്നു. അപ്പോൾ ആ സമയത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ എന്നതൊരു പ്രോഡക്റ്റ് ആയിട്ട് കാണാൻ ചിന്തിക്കാൻ പോലും പറ്റുന്നൊരു കാലഘട്ടമായിരുന്നില്ല. അപ്പോൾ പക്ഷേ കേരളത്തിൽ ടൂറിസം ഇൻഡസ്ട്രി ബൂം ചെയ്ത് തുടങ്ങുന്നൊരു കാലഘട്ടമാണ് 2010 വരെയുള്ള കാലഘട്ടം. അപ്പോൾ ടൂറിസം ഇൻഡസ്ട്രിയിൽ ധാരാളം റിസോർട്ടുകളും ഈ പറയുന്ന പോലെ ആയുർവേദിക് മസാജ് സെൻ്ററുകൾ മുതലായ ആയുർവേദിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂറിസം ബൂം തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പൂള് ഒരു ലൈഫ് സ്റ്റൈൽ പ്രോഡക്റ്റ്, അവർക്ക് പൂള് എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചൊരു ടൂളാണ്, മാർക്കറ്റിംഗ് ടൂളാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് ടൂള് എന്ന അർത്ഥത്തിൽ സ്വിമ്മിംഗ് പൂള് ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയുടെ ഒരു അവിഭാജ്യ ഘടകമായി മാറി. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സും പരിചയക്കാരും ആർക്കിടെക്ട്സും ഒക്കെ ആയിട്ടുള്ളൊരു ഫസ്റ്റ് ലെവൽ ഒരു ഇൻട്രാക്ഷനിൽ ഒരു കാര്യം മനസ്സിലായി, ദർ ഈസ് സ്കോപ്പ് ഇൻ കേരള. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഇറങ്ങിയത്. അന്ന് എനിക്ക് വേറൊരു ബിസിനസ്സും കൂടി ഉണ്ടായിരുന്നു പാരലായിട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം ആ ബിസിനസ് മാറി ഈ ബിസിനസ് ഫോക്കസിലേക്ക് വരികയാണ് ഉണ്ടായത്. ഇതിങ്ങനെ പൂൾ എന്ന് ചിന്തിക്കാനുള്ള ഒരു കാരണം ഇത് തന്നെയാണ്, ഈ ഒരു ടൂറിസം മേഖല കണക്കാക്കി, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. കേരളം എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു പ്രത്യേകത, മലയാളികൾ ധാരാളം ഈ ലൈഫ് സ്റ്റൈൽ ആസ്പിറേഷൻസ് ഉള്ള ആൾക്കാരാണ്, ലോകം കണ്ടവരാണ്. അതിപ്പോൾ മിഡിൽ ഈസ്റ്റ് ആയാലും യൂറോപ്പ് ആയാലും എവിടെ ചെന്നാലും മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ എവിടെ കാണുന്ന നല്ല കാര്യങ്ങളും സ്വാംശീകരിക്കാനുള്ള ഒരു മനസ്സുള്ള ആളാണ് മലയാളി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂള് ഞാൻ ഉദ്ദേശിച്ചിരുന്ന ടൂറിസം മേഖലയിലായിരിക്കും മെയിൻ ബിസിനസ് എന്ന് മനസ്സിലാക്കി ഇറങ്ങിയെങ്കിലും ഏറെ വൈകാതെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് മാത്രമല്ല, ഈവൻ ഒരു മീഡിയം നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് പോലും പൂള് അവരുടെ ആസ്പിറേഷനിൽ ഒരു ഭാഗമായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ ചിന്തിക്കാത്ത, ഒരിക്കലും പൂള് ചെയ്യുമെന്ന് ചിന്തിക്കാത്ത ബഡ്ജറ്റ് ലെവലിലുള്ള ആൾക്കാർ, ബഡ്ജറ്റ് ആയിട്ട് എന്താ പറയുക, കൃത്യമായ ഇൻകം കൊണ്ട് ജീവിക്കുന്ന പല ആൾക്കാരും സ്വിമ്മിംഗ് പൂൾ ചെയ്തപ്പോഴാണ് ഞാൻ ആ കാര്യം മനസ്സിലാക്കിയത്. ഈ റെസിഡൻഷ്യൽ സ്വിമ്മിംഗ് പൂളാണ് ഏറ്റവും കൂടുതൽ ബൂം ചെയ്യുന്ന ഒരു മേഖല എന്ന് ഞാൻ അധികം വൈകാതെ മനസ്സിലാക്കി. അപ്പോൾ പതുക്കെ ആ ഒരു ഷിഫ്റ്റ് ഓഫ് ഫോക്കസ്, ഈ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ സ്വിമ്മിംഗ് പൂൾ റിക്വയർമെൻറ്റിനേക്കാൾ കൂടുതൽ പ്രൈവറ്റ് റെസിഡൻഷ്യൽ പൂളുകൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പം സംഭവിക്കുന്ന ഒരു കാര്യം. ശരിയാണ്. ഇപ്പോൾ ഏതാണ്ട് ഒരു മോണോപ്പൊളി ആയിക്കഴിഞ്ഞു നമ്മുടെ മൂത്തേടൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മോണോപ്പൊളി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ, പുറമേ നിന്ന് നോക്കുമ്പോൾ അതിനൊരു കാരണം, നമ്മളൊരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു കുറേ ഫോറിൻ എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡുകൾ അവരിവിടെ അസംബിൾ ചെയ്യുന്നു, കൊടുക്കുന്നു. അതല്ലാതെ ഒരു 360 ഡിഗ്രി എക്സ്പോഷർ, അതായത് സ്ട്രക്ചറിന്, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന്, ലൈറ്റ്, ലാഡർ, അങ്ങനെയുള്ള എല്ലാ ആസ്പെക്റ്റും നമ്മൾ ഒരു കുടക്കീഴിൽ കമ്പൈൻ ചെയ്ത് ഒരു പരിധിവരെ 90% മാനുഫാക്ചറിങ്, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വളർന്നത് ഒരു കുറേ കാലം കൊണ്ടാണ് ആ ഒരു 360 ഡിഗ്രി എക്സ്പോഷറിലേക്ക് വന്നത്. പക്ഷേ നമ്മൾ തുടക്കം മുതലേ തന്നെ ഈ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആയിരുന്നു. അതായത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്
അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ മേഖലയെ സമീപിക്കണം എന്ന് തുടക്കം മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം, ഇതൊരു ഇന്റർനാഷണൽ ബ്രാൻഡായി മാറി, എന്നിട്ട് പോലും ഒരു പ്രാദേശിക ഒരു നെയിം വെച്ചിട്ട്, ഒരു ബ്രാൻഡ് നെയിം വെച്ചിട്ട് ഇത് ഹിറ്റാക്കി എന്നുള്ളതാണ്. എന്തുകൊണ്ട് മാറി ചിന്തിക്കാതെ ഇത് ഇത്ര ഹിറ്റാക്കി മാറ്റാൻ കഴിഞ്ഞു? അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റാം, ഒരു ഇന്റർനാഷണലി ഒരു പേരിലേക്ക് വരാം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട്? മാറ്റണം എന്ന് പറഞ്ഞ് ധാരാളം സജഷൻസ് നമ്മുടെ എംപ്ലോയീസ് സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. സാറേ നമുക്ക് ഒരു കുറച്ചുകൂടി പഞ്ച് വരുന്ന ഒരു ഇൻ്റർനാഷണൽ പേര്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പല പേരുകളും ഒരു ആംഗ്ലോഫീലിയയുടെ ഭാഗമായിട്ടാണ് ഇൻ്റർനാഷണൽ പേരുകൾ വരുന്നത്. എൻ്റെ തന്നെ വേറൊരു ബിസിനസ് ഉണ്ടായിരുന്നതിൻ്റെ പേര് റെമിങ്ടൺ ഫിറ്റ്നസ് എന്നാണ്. അത് പലർക്കും ഇന്നും അറിയില്ല. റെമിങ്ടൺ ഫിറ്റ്നസിൻ്റെ ബ്രാൻഡ് ഓണർ ഞാനാണെന്ന് അറിയില്ല. കാരണം റെമിങ്ടൺ എന്ന് പറയുമ്പോൾ അതൊരു ഇൻ്റർനാഷണൽ എൻറ്റൈറ്റിയാണ്. പക്ഷേ ആ പേര് ഞാൻ ചൂസ് ചെയ്തപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, ഒരു സിംഗിൾ ഇൻ്റർനാഷണൽ എൻറ്റൈറ്റി ആയിരുന്നില്ല, മൾട്ടി നേഷണൽ ആയിട്ടുള്ള മൾട്ടി എൻറ്റൈറ്റികളായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ആ പേര് ഉപയോഗിക്കാൻ സാധിച്ചത്. നേരെ മറിച്ച് ഒരു ഇപ്പോൾ ടെസ്ല അതുപോലെ ഏതെങ്കിലും ഒരു പേര് ഒരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. മെഴ്സഡീസ് ബെൻസ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, കാരണം അത് സിംഗിൾ ഇൻ്റർനാഷണൽ എൻറ്റൈറ്റിയാണ്. നേരെ മറിച്ച് ഈ റെമിങ്ടൺ ഞാൻ ചൂസ് ചെയ്തപ്പോൾ 4-5 കോണ്ടിനെൻറ്റിൽ 4-5 ഡിഫറെൻറ്റ് എൻറ്റൈറ്റീസാണ്, 4-5 ഡിഫറെൻറ്റ് ഫാസറ്റ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് 5th or 6th ആയിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വേറെ ഇഷ്യൂ ഉണ്ടായില്ല. നേരെ മറിച്ച് സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നപ്പോൾ ഞാനിവിടെ 10 ജനറേഷനായിട്ട് ഈ പരിയാരത്ത്, ചാലക്കുടി പരിയാരം മേഖലയിൽ മൂത്തേടൻ ഫാമിലി 10th ജനറേഷനാണ് ഇവിടെ മാത്രം. ഞങ്ങൾ ശരിക്കും വന്നത് മേലൂരിൽ നിന്നാണ്. ഒരു ബ്രാഞ്ച് മേലൂരിൽ നിന്ന് പരിയാരത്ത് വന്നു, ഒരു ബ്രാഞ്ച് മേലൂരിൽ നിന്ന് ചാലക്കുടിയിൽ വന്നു, ഒരു ബ്രാഞ്ച്. അപ്പോൾ ഈ പരിയാരം ബ്രാഞ്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പരിയാരത്ത് ഞാൻ 10th ജനറേഷനാണ്. അപ്പോൾ ഇത്രയും ഒരു ഹെറിറ്റേജ് ഉള്ള ഒരു ഫാമിലിയുടെ പേര് തന്നെ ഹൈലൈറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അല്ല, നമ്മുടെ കേരളത്തിന്റെ ഒരു അഭിമാനമാണ് പേര് കേൾക്കുമ്പോൾ ഒരു ഐക്കണായി, നമ്മുടെ നാട് തന്നെ ഒരു ഐക്കണായി മാറിയില്ലേ അത്? അപ്പൊ സാറിന്റെ ഈ ഒരു ബ്രാൻഡിലൂടെ നമ്മുടെ കേരളം തന്നെ അല്ലെ അങ്ങനെ ഒരു ഇതിലേക്ക് അറിയപ്പെടട്ടെ. അപ്പൊ സാറേ, ഈ ഡെക്ക്, പൂള്, ഫിൽറ്ററൊക്കെ കേവലം നിർമ്മിതികളായിട്ട് നിൽക്കുന്നതിന്റെ ഇടയിലേക്കാണ് നമ്മൾ ഈ പുതിയ രീതികൾ അവലംബിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഒരു സാങ്കേതിക പരിജ്ഞാനം അല്ലെങ്കിൽ ഒരു ടെക്നോളജി, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം, അതെങ്ങനെയാണ് സാർ മാനേജ് ചെയ്യുന്നത്? ഞാൻ ബേസിക്കലി ഒരു മാനേജ്മെന്റ് ഗ്രാജുവേറ്റ് ആണ്. ടെക്നിക്കലി എനിക്ക് വലിയ അറിവൊന്നുള്ള ആളല്ല. പക്ഷേ ഈ മേഖലയിൽ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഒരു ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നല്ലൊരു എഞ്ചിനീയറായി മാറി. കാരണം തുടക്കത്തിൽ ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് മാത്രമാണ് നമ്മൾ നോക്കിയിരുന്നുള്ളൂ. പിന്നീട് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് നീങ്ങിയപ്പോൾ നമുക്ക് മുന്നോട്ടും പുറകോട്ടും, അതായത് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് നമ്മളിതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് ശരിക്കും ആഴത്തിൽ പഠിക്കാൻ സാധിച്ചത്. അതിനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ടൈപ്പ്, JD പൂൾസ് എന്ന് പറഞ്ഞ ഒരു തായ്ലൻഡ് ബേസ്ഡ് കമ്പനിയായിട്ട് ഒരു ഇൻ്റർനാഷണൽ ടൈപ്പിലേക്ക് നീങ്ങി. അപ്പോൾ ആ സമയത്ത് ആ കമ്പനിയും ഇതിൻ്റെ ടെക്നോളജിയിൽ പുതിയതായിട്ട് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ടീമിൻ്റെ, ഡിസൈനിങ് ടീമിൻ്റെ കൂടെ പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് ഒരു ഇതിൻ്റെ എല്ലാ ഫിൽട്രേഷൻ്റെ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൈന്യൂട്ട് ഡീറ്റെയിലിങ്ങിലേക്ക് ഇറങ്ങാൻ സാധിച്ചു. അതാണ് പിന്നീട് 2019 കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ ഇൻഡിപെൻഡൻ്റായി ഒരു ഫാക്ടറിയിലേക്ക് നീങ്ങാമെന്ന് തീരുമാനിച്ചപ്പോൾ എനിക്ക് സഹായകരമായത് ആ അറിവാണ്. അപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റിൽ നിന്ന് ഒരു എഞ്ചിനീയറിലേക്കുള്ള യാത്ര തികച്ചും സ്വാഭാവികമായ ഒരു വളർച്ചയായിരുന്നു. അറിയാതെ തന്നെ ഞാൻ അതിലേക്ക് വരികയാണ്. സാർ, അപ്പോൾ ഈ പൂൾ യൂണിറ്റിനേക്കാൾ വലിയ ഫിൽറ്റർ യൂണിറ്റിൻ്റെ ഇടയിലേക്കാണ് നമ്മുടെ ഈ നാനോ ഫിൽറ്റർ യൂണിറ്റ് വരുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ പ്രത്യേകത? നാനോ ഫിൽറ്റർ യൂണിറ്റ് എന്ന് നിങ്ങൾ പറഞ്ഞതിൻ്റെ ശരിയായ പേര് ആക്റ്റീവ് മെംബ്രെയിൻ ഫിൽറ്റർ സിസ്റ്റം എന്നാണ്. അതായത് നമ്മൾ സാധാരണ സാൻഡ് ഫിൽറ്റർ സിസ്റ്റത്തിൽ മണലാണ് അതിൻ്റെ ഫിൽറ്റർ മീഡിയ. മണലിൽ കൂടെ പ്രഷർ പമ്പ് വെച്ച് അരിച്ച് എല്ലാ ഡേർട്ടും മണലിൽ ട്രാപ്പാവും, സാൻഡ് ബെഡിൽ ട്രാപ്പാവും. ഇവിടെ അതിന് പകരം നമ്മൾ ഫിൽറ്റർ മെംബ്രെയിൻസ് ആണ് ഉപയോഗിക്കുന്നത്. 5 മൈക്രോൺ മെംബ്രെയിൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാൻഡ് ഫിൽറ്ററിൽ 30 മൈക്രോൺസ് കിട്ടുമ്പോൾ ഇതിൽ ക്ലാരിറ്റി ലെവൽ 5 മൈക്രോൺസ് ആണ്. അതാണ് ഇത്രയും ക്രിസ്റ്റൽ ക്ലാരിറ്റി ഈ വെള്ളത്തിന് കിട്ടുന്നതിൻ്റെ ഒരു കാരണം. ഇപ്പോൾ എത്ര മൈന്യൂട്ട് ആയിട്ടുള്ള ഡേർട്ടും ഇതിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരെ മറിച്ച് ഒരു സാൻഡ് ഫിൽറ്റർ സിസ്റ്റത്തിൽ ഓവറോൾ ഇറ്റ് ലുക്ക് ഗുഡ്, ബട്ട് ഇറ്റ് മേ നോട്ട് ബി
ദിസ് ക്ലിയർ. അതെ, ഞാനിപ്പോൾ അടുത്തതിലേക്ക് വരികയായിരുന്നു ഞാൻ. അതായത് ഈ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്ലോറിനൈസേഷൻ ആണ് നമ്മുടെയൊക്കെ മൈൻഡിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഹൈജീൻ ആയോ ശരിക്കും? രണ്ട് രീതിയിലാണ്. ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് ഫിൽട്ടർ ചെയ്യുന്നത്. ആക്ച്വൽ സാനിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആൽജി, ഫംഗൈ മുതലായ എല്ലാ സാധനങ്ങളെയും ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അത് ചെയ്യുന്നത് ശരിക്കും ക്ലോറിനാണ്. അപ്പോൾ നമ്മൾ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ആ പാർട്ടിക്കിൾസ്, ഡെഡ് ബോഡീസ് റിമൂവ് ചെയ്യലാണ് ഫിൽട്ടർ ചെയ്യുന്നത്. രണ്ടാണ്, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലോറിനേഷൻ ചെയ്യാതെ നമുക്ക് ഫിൽട്രേഷൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ക്ലോറിനേഷനും ഫിൽട്രേഷനും രണ്ട്, ഒരു ഹൈജീനിക് ആസ്പെക്റ്റിൽ രണ്ട് കൈകളാണ്. ശരിയാ, ക്ലോറിനേഷൻ നടത്തി അത് അവിടെ പ്യൂരിഫൈ ചെയ്തിട്ട് ആ പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ്. ശരിയാണ്. അപ്പൊ ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു ബാലൻസിങ് ആക്ട് ആണ്. ഈ നൂൽപ്പാലത്തിലൂടെ യാത്രയാണ് നമ്മൾ മനോഹരമായി കാണുന്ന എല്ലാ സ്വിമ്മിംഗ് പൂളുകളുടെ പിന്നിൽ പ്രവർത്തി. എല്ലാ സ്വിമ്മിംഗ് പൂൾസിലും ഈ പ്രോസസ്സ് തന്നെ ചെയ്യാറുണ്ട്. ഇത് തന്നെയാണ്. ക്ലോറിനേഷന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസ്. ക്ലോറിനേഷൻ ഇപ്പോൾ സോൾട്ട് വാട്ടർ ക്ലോറിനേറ്റർ ഉണ്ട്, ക്ലോറിൻ സെൽഫായിട്ട് ജനറേറ്റ് ചെയ്യുന്ന രീതികളുണ്ട്, അങ്ങനെയുള്ള പല മാർഗമുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ് ബോയിൽസ് ഡൗൺ ടു ക്ലോറിൻ. അതാണ് ഈ റെഡി ടു ഫിറ്റ് പൂൾസ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇപ്പൊ, റെഡിമെയ്ഡ്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ? അധികം സമയം എടുക്കോ, അല്ലെങ്കിൽ വന്ന് അസൈൻ ചെയ്യാൻ അധികം സമയം? ഈ റെഡിമെയ്ഡ് പൂൾ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിൽ ആവശ്യമാണെങ്കിൽ നമുക്ക് അത് റെക്കമെൻഡ് ചെയ്യാം. പക്ഷേ അതൊരിക്കലും ഒരു കോസ്റ്റിൻ്റെ ഒരു ആസ്പെക്റ്റിലല്ല റെഡിമെയ്ഡ് പൂളുകൾ വരുന്നത്. അത് പ്രൈവസി, അതൊരു വില്ല പ്രോജക്റ്റ് ആണെങ്കിൽ ആ വില്ല പ്രോജക്റ്റിൽ പ്രൈവറ്റ് വില്ല, ഒരു ഹണിമൂൺ കോട്ടേജ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ അധികം റെഡിമെയ്ഡ് പൂൾസ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഒരു നോർമൽ ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫൈബർ ഗ്ലാസ് പാനൽസ് കോൺക്രീറ്റും കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ മെത്തേഡാണ് നമ്മളുടെ. നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ പൂൾസ്. നമ്മൾ നോർമൽ പൂൾസ് തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു കാര്യം വിശ്വാസ്യതയുടെ ഒരു പ്രശ്നം കൂടിയാണല്ലോ. അത് വിശ്വാസ്യത മാത്രമല്ല, ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ക്ലയന്റിനെ സംബന്ധിച്ച് ഒരു കുറേ കാലത്തേക്ക്, അത് 5 years 10 years ട്രബിൾ ഫ്രീ ആയിരിക്കണം. നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മറ്റു പ്രോഡക്റ്റ് പോലെ ഇൻസ്റ്റാൾ ചെയ്തും പിന്നെ അങ്ങ് മറന്നു പോകുന്ന സാധനമല്ല. ഇറ്റ് റിക്വയർസ് ഡേ ടു ഡേ മെയിൻ്റനൻസ്. അപ്പം എപ്പോഴെങ്കിലുമൊക്കെ ക്ലയൻറ്റിന് ഞങ്ങളുടെ ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫോൺ കോൾ അകലത്തിൽ മാത്രമാണ് ഞങ്ങളുള്ളത്. ഞങ്ങളുടെ സപ്പോർട്ട് അവിടെ ഉണ്ടായിരിക്കും. സപ്പോർട്ട് ഇല്ലാതെ പറ്റില്ല. ഇറ്റ്സ് എ മാരേജ്. ബിൽഡിംഗ് എ പൂൾ ഇസ് ലൈക്ക് മാരിയിങ് സംവൺ. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സാർക്ക് ആസിയാൻ രാജ്യങ്ങളൊക്കെ കീഴടക്കി കഴിഞ്ഞു. ഇനി എന്താണ് നെക്സ്റ്റ്? അങ്ങനെ കീഴടക്കുന്നൊന്നും പറയാനില്ല. ഇതൊരു വലിയ മേഖലയാണ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്നത്. അത്രയധികം. അതിലും നമ്മുടെ കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇനി എന്താണ് നെക്സ്റ്റ്, ഞങ്ങൾക്ക് അതാണ് അറിയുന്നത്. ഇതിൽ തന്നെ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്, ഫോർവേഡ് ഇൻ്റഗ്രേഷനും ബാക്ക്വേഡ് ഇൻ്റഗ്രേഷനും ധാരാളം സ്പേസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ ആ സിനിമയിൽ പറഞ്ഞ പോലെ ഈ സമുദ്രത്തിന്റെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. തുടങ്ങിയിട്ടേ ഉള്ളൂ ബഹുദൂരം മുന്നോട്ട് പോകാനായിട്ട്. ഇനി എന്താണ് സാറിന് സ്വപ്നം നെക്സ്റ്റ്? ഇതിന്റെ ടൂറിസം മേഖലയിലുള്ള എല്ലാ സാധ്യതകളും മുതലെടുക്കണം. പിന്നെ രണ്ടാമത് എല്ലാ സ്കൂളുകളിലും സ്വിമ്മിംഗ് പൂളുകൾ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. കാരണം സോഫ്റ്റ് സ്കിൽസ് പഠിക്കുക എന്നുള്ളത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിൽ ഡ്രൈവിങ് അല്ലെങ്കിൽ സിവിക് സെൻസ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലൈഫ് സേവിങ് സോഫ്റ്റ് സ്കിൽസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എല്ലാ സ്കൂളുകളിലും ഉണ്ടാവണം. ഞങ്ങൾ ധാരാളം സ്വിമ്മിംഗ് പൂളുകൾ സ്കൂളുകളിൽ ചെയ്തിട്ടുണ്ട്. പല സൈസിലുള്ളത്. ഒരു സ്വിമ്മിങ് ആസ് an exercise, swimming as a life saving ഒരു ആസ്പെക്റ്റ്. അതല്ലാതെ പിന്നെ കോമ്പറ്റീഷൻ, ഇന്റർനാഷണൽ ലെവൽ വരെയുള്ള കോമ്പറ്റീഷന് പങ്കെടുക്കാവുന്ന രീതിയിൽ. അപ്പോൾ പല രീതിയിലുള്ള സ്വിമ്മിംഗ് പൂളുകളും നമ്മൾ സ്കൂളുകൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു ഒരു പാഠ്യപദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് മാറ്റേണ്ടതാണ് തീർച്ചയായിട്ടും. എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞത് അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ എല്ലാ സ്കൂളുകളിലും ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തിട്ടോ മാനേജ്മെന്റ് മുൻകൈ എടുത്തിട്ടോ ഒരു സ്വിമ്മിംഗ് പൂൾ അത്യാവശ്യമാണ്. അതാണ് എൻ്റെ. സാർ, ഇപ്പോൾ ഈ പല തരത്തിലുള്ള പൂൾസ് ഉണ്ട്.
കോൺക്രീറ്റ് പൂൾസ്, ഫൈബർ പൂൾസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ ആവശ്യക്കാരൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണോ, അതോ നമ്മൾ നോക്കിയിട്ട് അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണോ, എങ്ങനെയാണ് സാധാരണ? രണ്ട് രീതിയിലും ഉണ്ട്. ഒന്ന് ഇപ്പോൾ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ഓരോ പെർട്ടിക്കുലർ ആസ്പെക്റ്റിൽ ആണ് നമ്മൾ ഓരോന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ട്രഡീഷണൽ പക്ക കോൺക്രീറ്റ് സ്ട്രക്ചറിൽ ചെയ്യേണ്ട ഒരു പൂളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതാണ് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റോ ക്ലയൻറ്റോ കൃത്യമായ ഒരു പ്ലാനോട് കൂടി നമ്മുടെ മുന്നിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മനസ്സിലുള്ള എന്താണോ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. നേരെ മറിച്ച് ഇപ്പോൾ ഒരു മിഡ് സൈസ് പൂള്, ഒരു റെസിഡൻഷ്യൽ പൂള്, അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്വിമ്മിംഗ് പൂള്, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈബ്രിഡ് സ്ട്രക്ചറാണ്. ഹൈബ്രിഡ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് കോൺക്രീറ്റ് ആൻഡ് ഫൈബർ ഗ്ലാസ്. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിൻ്റെ മോണോലിത്തിക് കാസ്റ്റിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ആ മോണോലിത്തിക് കാസ്റ്റിങ്ങിൽ കിട്ടുന്ന സ്ട്രോങ് സ്ട്രക്ചറും അതിൻ്റെ കൂടെ നമ്മൾ റീൻഫോഴ്സ് PVC ലൈനറും മോഡേൺ ഫിൽട്ടർ സിസ്റ്റം, ഇതൊരു നല്ല കോമ്പിനേഷനാണ്. അതല്ലാതെ നെക്സ്റ്റ് കോമ്പിനേഷൻ ഒരു പക്ക RCC സ്ട്രക്ചർ, ടൈൽ ആൻഡ് ട്രഡീഷണൽ സാൻഡ് ഫിൽട്ടർ സിസ്റ്റം, അത് വേറൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂൾ നമ്മൾ 360 ഡിഗ്രിയിൽ എക്സ്പോഷർ ഉള്ള നിലയ്ക്ക് എല്ലാ രീതിയിലും ഏതാണ് ക്ലയൻറ്റിന് നല്ലത് തീർച്ചയായിട്ടും ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. പക്ഷേ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ദ ക്ലയൻറ്റ് ടു ഡിസൈഡ് വിച്ച് വേ ടു ഗോ. തീർച്ചയായിട്ടും ഒരു പൂൾ എക്സ്പേർട്ട് എന്ന നിലയിൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് മിക്കവാറും 90% കേസുകളിലും ക്ലയൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് അതിൻ്റെ ഒരു സേ ഉണ്ട്. ഓക്കെ സാർ, ഇതും മതി, ദിസ് ഈസ് ഗുഡ് ഫോർ യു എന്ന് പറഞ്ഞാൽ അത് വിട്ടിട്ട് പിന്നെ വേറെ ഒന്നും ക്ലയൻറ്റ് പറയാറില്ല. ഈവൻ ആർക്കിടെക്ട്സ് ഈ പർട്ടിക്കുലർ ക്ലയൻറ്റിന് ഇത് മതി സാറേ എന്ന് പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യാറുണ്ട് 90% കേസുകളിൽ. 10% നമ്മളൊരിക്കലും ആ ഒരു 10% എപ്പോഴും നമ്മൾ ഫ്ലെക്സിബിലിറ്റിയുടെ ഒരു ഭാഗമാണല്ലോ. ബിസിനസ്സിൽ ഫ്ലെക്സിബിലിറ്റി ആവശ്യം. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിത് ഈ പൂള് നിർമ്മിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തുടർന്നുള്ള നിർദ്ദേശങ്ങളും ഹൈജീൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. ഈ പൂള് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂൾ ബിൽഡിംഗ് കഴിഞ്ഞാലാണ് ശരിയായ ഒരു ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ഒരു അറ്റൻഷൻ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആഫ്റ്റർ സെയിൽ സർവീസ്, ട്രെയിനിങ്, ഇടയ്ക്ക് പീരിയോഡിക്കലായിട്ട് ഞങ്ങൾ ചെന്നിട്ട് അവിടെ വാട്ടർ ടെസ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ മാരേജ്. ഒരിക്കൽ പൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് എന്നും നമ്മുടെ കൂടെ, ക്ലയൻറ്റുമായിട്ടുള്ളൊരു സഹയാത്ര തന്നെയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട്. സാറിന് ഇത്രയും ചെയ്തതിൽ ഭയങ്കര നമുക്ക് മനസ്സിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്ത ഏതെങ്കിലും? അത് പറയാൻ പറ്റില്ല. കാരണം എവ്രി പൂൾ ഈസ് മൈ ചൈൽഡ് എന്നാണ് ഞാൻ. എല്ലാത്തിനും ഓരോ യൂണിക്നെസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ പലപ്പോഴും ഇപ്പോൾ 2000-ലധികം സ്വിമ്മിംഗ് പൂളുകൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൽ പലപ്പോഴും പല സൈസുകൾ, ലൈക്ക് 5 മീറ്റർ ബൈ 10 മീറ്റർ, 4 മീറ്റർ ഇൻറ്റു 8 മീറ്റർ, 6 മീറ്റർ ഇൻറ്റു 12 മീറ്റർ, ഇതൊക്കെ ഒരു സാധാരണ സൈസുകളാണ്. അപ്പോൾ അതിലൊന്നും നമുക്ക് കാര്യമായ വൈവിധ്യം കൊണ്ടുവരാൻ സാധിക്കില്ല. നേരെ മറിച്ച് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന ഓക്കെ എനിക്ക് ജക്യൂസി വേണം, വാട്ടർ ഫീച്ചർ വേണം, അതിൻ്റെ ഒരു ജനറൽ ടോൺ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഡെക്ക് ഇങ്ങനെയായിരിക്കണം, ഒരു ഡസ്കി ലൈറ്റ് ആയിരിക്കണം, അങ്ങനെ ആ ലൈറ്റിംഗ് അടക്കം ഒരു ടോട്ടൽ ഫ്രീഡം തരുന്ന ഞങ്ങളുടെ ഒരു ഇമാജിനേഷനും കൂടി ഒരു സ്പേസ് തരുന്ന ക്ലയൻസിന് നമ്മളതൊരു പൂള് മാത്രമല്ല, ആ പൂളിൻ്റെ ആംബിയൻസ് അടക്കം നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കൊരു ഫ്രീഡം കിട്ടും ചെയ്യാനായിട്ട്. അതെ, അങ്ങനത്തെ പ്രോജക്റ്റുകൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. മറ്റേത് പൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലം വേണം അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട്. അതുപോലെ നമ്മൾ പാവപ്പെട്ടവരൊന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു ഇതൊക്കെയാണ് സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. ഇപ്പൊ പക്ഷെ ചെറിയ സ്പേസിൽ പോലും നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും. ഇപ്പൊ 3 ലക്ഷം രൂപയ്ക്ക് വരെ ഒരു ചെറിയ സ്വിമ്മിംഗ് പൂൾ 6 അടി നീളം, 6 അടി വീതി, 12 അടി നീളം, ഒരു 3 അടിയോളം ഡെപ്തുള്ള ഒരു പൂള് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിൽട്രേഷനും ലൈറ്റ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടോട്ടൽ സിസ്റ്റം 3 ലക്ഷം രൂപയ്ക്ക് വരെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം ഇന്ന് ഒരു സാധാരണക്കാരന്റെ പോലും ലൈഫ് സ്റ്റൈൽ ആസ്പിറേഷന്റെ ഭാഗമായി മാറി സ്വിമ്മിംഗ് പൂൾ. സാറിന്റെ മൈൻഡിൽ ഇനി എന്തായിരിക്കും ഇതിന്റെ ഒരു നെക്സ്റ്റ് വെർഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ന്യൂ ജെൻ സാധനം എന്ന് പറയുന്നത് ഇനി എന്തെങ്കിലും ഒരു മൈൻഡിൽ കാണുന്നുണ്ട്? ന്യൂ ജെൻ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്ലോറിനേഷൻ ഇതിന്റെ ഒരു ഭാഗമാണ്. ഈ ക്ലോറിൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു സാനിറ്റൈസേഷൻ രംഗത്ത് ക്ലോറിന് പകരം വെക്കാൻ ഇന്ന് വരെ ഒന്നുമില്ല. നാളെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും അതിന് ഭയങ്കര ആപ്ലിക്കേഷൻ ആയിരിക്കും. കാരണം ക്ലോറിൻ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. 1.5 ppm വരെ ഒരു ഓപ്റ്റിമം ക്ലോറിൻ യൂസേജ് ആണ്. പക്ഷെ പലപ്പോഴും ക്ലോറിൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു
രാത്രി 10 മണിക്ക് ശേഷം ഒരു 5 സ്റ്റാർ പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും വന്ന് വെള്ളത്തിൽ ചാടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് കഷ്ടമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് പൂൾ ഷട്ട് ഡൗൺ ചെയ്യുന്ന സമയത്താണ് ഇവർ ക്ലോറിനേറ്റ് ചെയ്യുക. എപ്പോഴും ക്ലോറിൻ ലെവൽ ഹൈ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് രാത്രി ഇപ്പോൾ പലപ്പോഴും ഒരു ടൂർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു മൂഡിലായിരിക്കുമല്ലോ. അപ്പോൾ ടീമായിട്ട് വന്ന് വെള്ളത്തിൽ ചാടും. അപ്പോൾ ഈ പൂളിൻ്റെ കെയർ ടേക്കർ ചിലപ്പോൾ പറയുക പോലും ഇല്ല, ഇതിപ്പോൾ ക്ലോറിനേറ്റ് ചെയ്തേക്കാണ്. ചിലപ്പോൾ ഇവരുടെ മാനസികാവസ്ഥ അനുസരിച്ച് അത് പറഞ്ഞാൽ കേൾക്കാവുന്ന ഒരു അവസ്ഥയായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ വെള്ളത്തിൽ ചാടും. 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ എനിക്ക് നോക്കുമ്പോൾ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയി, ഭയങ്കര ക്ലോറിനാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ ഒരു പൂള് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും രാത്രി when the last guest leaves they'll over chlorinate it and by morning it will be flat. നേരത്തെ പറഞ്ഞ 1.5 ppm എത്തുന്നത് രാവിലെയാണ്. അപ്പോൾ രാത്രി തുടങ്ങി രാവിലെ വരെയുള്ള സമയത്ത് ആരെങ്കിലും വെള്ളത്തിൽ ചാടിയാൽ അത് അതുകൊണ്ടാണ് പല സമയത്ത് ഇത്രയും സമയം കഴിഞ്ഞ് അവിടെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ ചില സമയത്ത് ഈവൻ ഒരു റിസോർട്ട് ഓണർക്ക് കണ്ണടക്കേണ്ടി വരും. കാരണം ആ സമയത്തായിരിക്കും ഞങ്ങൾക്ക് വെള്ളത്തിൽ ചാടണമെന്നും പറഞ്ഞ ആൾക്കാർ വരിക. അപ്പൊ അതൊക്കെ അല്ല, നമുക്കും ഇതിനെപ്പറ്റി ഇതെന്താണ് അവർ ഇത് കഴിഞ്ഞ് ചാടിയാൽ എന്ന് നമുക്കും തോന്നാറുണ്ട്. ഇപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് കിട്ടി. അതുപോലെ വേറൊരു കാര്യമാണ് ഈ കറക്റ്റ് കോസ്റ്റ്യൂംസ് ഉപയോഗിക്കാതെ സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നത്. കോസ്റ്റ്യൂംസ് എന്ന് പറയാൻ പറ്റില്ല, സ്വിമ്മിംഗ് ഡ്രസ്സ്. അത് നൈലോൺ ബേസ്ഡ് ആയിട്ടുള്ള സ്വിമ്മിംഗ് ഡ്രസ്സ് മാത്രം ഉപയോഗിച്ചിട്ടാ വെള്ളത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോൾ കാണുന്ന ഒരുവിധം എല്ലാ പൂളുകളിലും ഗസ്റ്റുകൾ ചുരിദാറും കോട്ടൺ ഡ്രസ്സും ഒക്കെ ഇട്ട് വെള്ളത്തിൽ ഇറങ്ങുന്നത് കാണും. അപ്പോൾ ഒന്നാമത് ക്ലോറിൻ ഉള്ളത് കൊണ്ട് അവരുടെ കളറ്, ഡ്രസ്സിൻ്റെ കളറ് ഡിസ്കളേർഡ് ആവും. രണ്ടാമത് ആ ഡൈ മുഴുവൻ പൂളിലേക്കാണ് ചെല്ലുന്നത്. പിന്നെ അത് റെക്ടിഫൈ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല ഒരു മൾട്ടി ഡയമെൻഷണൽ ഇഷ്യൂ ആണ്. അതിൽ പൂളിൻ്റെ ഒരു പ്രധാന പ്രശ്നം നമ്മുടെ ആൾക്കാർ ഇപ്പോഴും പൂൾ ഉപയോഗിക്കാൻ പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് അല്ല. അതായത് ആദ്യം തന്നെ നമ്മൾ ഷവർ ചെയ്യണം. പൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും ഷവർ ചെയ്യണം. നോർമൽ വെള്ളത്തിൽ ഷവർ ചെയ്തിട്ടാണ് പൂളിലേക്ക് ഇറങ്ങേണ്ടതും. പൂളിൽ നിന്ന് വന്നതിന് ശേഷം വീണ്ടും ഷവർ ചെയ്തിട്ട് വേണം നമ്മൾ വൈപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് പോകാൻ. ഇപ്പോൾ പൂളുകൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ആരോഗ്യ സംരക്ഷണത്തിനും അല്ലേ, സ്വിമ്മിംഗ് എന്ന് പറഞ്ഞൊരു വ്യായാമം കൂടിയായിട്ട് മാറി. അപ്പോൾ ഇതിൽ വരുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്, ഈ ഒരു ഇന്നോവേഷൻ 25 വർഷം കൊണ്ടുണ്ടായ ഇതൊരു ആരോഗ്യ സംരക്ഷണവും കൂടിയാണ് എന്ന്. തീർച്ചയായിട്ടും ഒരു വെൽനസ് ഇൻഡസ്ട്രിയുടെ ഭാഗമായി മാറി സ്വിമ്മിംഗ് പൂള്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ അത് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതാണ്. പിന്നെ ഈ പൈസ എന്ന് പറയുന്ന സാധനം എങ്ങനെയൊക്കെ നല്ല ബുദ്ധിപരമായി സ്പെൻഡ് ചെയ്യാം എന്നുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടോ ഇപ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും അതുപോലെ വെൽനസ് ആസ്പിറേഷൻസ് അതിനെല്ലാം തന്നെ ആൾക്കാർ ഫണ്ട് കണ്ടെത്തുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. എസ്പെഷ്യലി ആഫ്റ്റർ കോവിഡ് എല്ലാവരും വളരെ എന്താ പറയുക, പൈസ അങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന വളരെയധികം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ ഒരുവിധം ഹോട്ടൽസൊക്കെ ഓവർ ബുക്ക്ഡ് ആണ്. സാർ എന്തെങ്കിലും ഒരു നീക്കം നടത്തിയിട്ടുണ്ടോ ഗവൺമെന്റുമായിട്ട് ചേർന്ന്? പ്ലേ ഗ്രൗണ്ട് പോലെ തന്നെയാണ് സ്വിമ്മിംഗ് പൂളും നമുക്ക് വേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിക്ക് എന്തെങ്കിലും ഒരു മുൻകൈ? തീർച്ചയായിട്ടും അതിൻ്റെ ചുവടുവെപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കുറച്ചധികം സമയമെടുക്കും. ഞാൻ ഗവൺമെൻറ് പ്രോജക്റ്റ് എന്ന് പറയാവുന്നത് ചെയ്തിരിക്കുന്നത് സിയാൽ ഗോൾഫ് കോഴ്സാണ്. അത് ശരിക്കും ഒരു പക്ക ഗവൺമെൻറ് പ്രോജക്റ്റ് ഇതല്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ് സിയാൽ. അപ്പോൾ സിയാലിൽ ചെയ്തത് കിറ്റ്കോ പോലെയുള്ള ഏജൻസികൾ, ഗവൺമെൻറ് ഏജൻസികളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അവസാനം അതിൻ്റെ നോംസ് എല്ലാം ഫിക്സ് ആക്കിയത്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇപ്പോഴും ഗവൺമെൻറ് പ്രോജക്റ്റുകൾക്ക് ഞാൻ കാണുന്നൊരു പ്രത്യേകത, 25-30 വർഷം മുൻപുള്ള ഏതെങ്കിലും ഒരു കൊട്ടേഷൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BOQ എടുത്തിട്ട് അത് തന്നെ ചെയ്തു തരാൻ ആവശ്യപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് ആർക്കിടെക്ട്സ് ആണ് ഗവൺമെൻറ്റിൻ്റെ കൂടെ ഉള്ളത്. അതിന് മാറ്റം വരണം. നമ്മളിപ്പോൾ പറയില്ലേ, ലോട്ട് ഓഫ് വാട്ടേഴ്സ് ഓഫ് ഫ്ലോൺ ത്രൂ ചാലക്കുടി റിവർ. അതറിയാതെ ഇപ്പോഴും നമ്മൾ ആ പഴയ ടെക്നോളജിയും പഴയ ഇതാണ് ശരി എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതിന് മാറ്റം വരും. അപ്ഡേറ്റഡ് ആയാൽ മാത്രമാണ് ഗവൺമെൻറ് പ്രോജക്റ്റിലേക്ക് ഞാൻ താല്പര്യം കാണിക്കുള്ളൂ. കാരണം ഇപ്പോഴും നമ്മളൊരു കാര്യം ആയിട്ട് വരുമ്പോൾ അവർക്ക് അത് മതി എന്ന് പറയുമ്പോൾ ബെറ്റർ നോട്ട് ടു ഡു ദാറ്റ്. സാർ, ഈ ബിസിനസ്സുകാരുടെ സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ അവരുടെ ബിസിനസ്സിന് ഗുണം ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് പലപ്പോഴും പലരും നടത്താറ്. പക്ഷെ സാറിനെ സംബന്ധിച്ച് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ സാറ് ഇൻവോൾവ്ഡ് ആണ്. അപ്പം എന്താണ് സാറിൻ്റെ പുറത്തുള്ള പ്രവർത്തന മേഖല ഇതല്ലാതെ? ഞാൻ ഈ നമ്മുടെ സ്ഥാപനത്തിൽ ഞങ്ങൾ ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ഒരു ഫാക്ടറി ടു
ഞങ്ങളുടെ ട്രേഡിംഗ് കമ്പനിയിലേക്കുള്ള ബില്ലിങ്. അപ്പോൾ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിൻ്റെയും കോസ്റ്റിൻ്റെ 1% ഞങ്ങൾ ഒരു വെൽഫെയർ ഫണ്ടിലേക്ക് മാറ്റുന്നുണ്ട്. ആ വെൽഫെയർ ഫണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സ്റ്റാഫ് അതിൽ ഉൾപ്പെട്ടു, പിന്നെ പബ്ലിക് ഉൾപ്പെട്ടു, ഈ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ ഉൾപ്പെട്ടു. അങ്ങനെയുള്ള അതാണ് ഞാൻ എൻ്റെ ഒരു ഫിനാൻഷ്യൽ സ്ട്രെങ്ത്ത്. ആ 1% ഞാൻ ചാനലൈസ് ചെയ്യുന്നതാണ്. പിന്നെ അത് ബിസിനസ്സായിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണ്. പിന്നെ ഞാൻ കഴിഞ്ഞ 20 വർഷത്തോളം ഞാനൊരു ലയൺ മെമ്പറാണ്. ചാലക്കുടി ലയൺസ് ക്ലബ്ബിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ആളാണ് ഞാൻ. ഡിസ്ട്രിക്ട് ലെവലിലും കുറേ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിക്ട് ലെവൽ കോർഡിനേറ്ററും കൂടിയാണ്. അപ്പോൾ ലയൺസ് ക്ലബ്ബ് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ലയൺസ് ക്ലബ്ബ് വഴിയാണ് മേജർ സർവീസ് ആക്ടിവിറ്റീസ് എല്ലാം ഞാൻ ചാനലൈസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറായിരുന്ന സുഷമ നന്ദകുമാർ, GP നന്ദകുമാറിൻ്റെ വൈഫ്, പുള്ളിക്കാരി എന്നെ ഏൽപ്പിച്ചത് 100ഓളം സ്കൂട്ടറുകൾ, മുച്ചക്ര വാഹനം, അഡീഷണൽ സപ്പോർട്ട് വീൽസ് ഉള്ള 100ഓളം സ്കൂട്ടറുകൾ അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ജോലിയാണ്. അത് ഭംഗിയായിട്ട് ചെയ്തു. സാറിൻ്റെ ഫാക്ടറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ടെക്നീഷ്യൻസ്, അതുപോലെ നമ്മളൊരു സാധനം നിർമ്മിച്ചു കൊടുത്താൽ മാത്രം പോരല്ലോ, അത് കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ഡാമേജോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടേക്ക് എത്തണം. അപ്പം എങ്ങനെയാണ് ടെക്നീഷ്യൻസിനെ കുറിച്ച്? അതുപോലെ ഞങ്ങൾ വിതിൻ 24 hours എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ 23 വർഷം മുമ്പ് ചെയ്ത പൂളും ഞങ്ങളുടെ സർവീസ് റെക്കോർഡ്സിലുണ്ട്, ഇപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുമായിട്ടുള്ളൊരു ബന്ധം, വളരെ ദൃഢമായ ബന്ധം ഊട്ടി ഉറപ്പിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കംപ്ലൈൻറ്റ് കേട്ടാൽ ഞങ്ങളുടെ ഒരു കംപ്ലൈൻറ്റ് റെക്കോർഡിംഗ് പോർട്ടലുണ്ട്. വിതിൻ 24 hours അത് അറ്റൻഡ് ചെയ്തിരിക്കും. പിന്നെ എവിടെയൊക്കെയാണ് നമ്മുടെ ബ്രാഞ്ചസ് ഉള്ളത് കേരളത്തിൽ? കേരളത്തിൽ ഞാനിപ്പോൾ നോർത്ത് കേരള ഒരു ഡിവിഷനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബാക്കി എല്ലാ ഡിസ്ട്രിക്റ്റിലും നമുക്ക് റീച്ച് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡീലേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാം അതിലിപ്പോൾ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്, പാസീവായിട്ടുള്ള ഡീലേഴ്സ് ഉണ്ട്. ബട്ട് വി ഹാവ് കവേർഡ് ഓൾമോസ്റ്റ് ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഈ ഫാക്ടറി അപ്പോൾ എന്നാണ് സാർ സ്റ്റാർട്ട് ചെയ്തത്? എത്ര ജീവനക്കാരായിട്ടാണ് തുടങ്ങിയത്? ഇപ്പം എത്ര പേരുണ്ട്? ഞാൻ ശരിക്കും ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങിയത് 2019 ശേഷമാണ്. അപ്പോൾ 2019 ശേഷം ആണ് ഈ ഫാക്ടറിയും ഈ ഓഫീസും എല്ലാം ഇതൊരു നമ്മളുടെ ഒരു സെൻറ്റർ ഓഫ് ആക്ടിവിറ്റി ആയിട്ട് ഈ പരിയാരം ലൊക്കേഷനെ നമ്മൾ മാറ്റിയതും സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചത് 2019 ഇന്നിപ്പോൾ ഏകദേശം 100ഓളം പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ടെക്നീഷ്യൻസ് ഉണ്ട്, ഫാക്ടറി സ്റ്റാഫ് ഉണ്ട്, പിന്നെ നമ്മുടെ സബ് കോൺട്രാക്റ്റിംഗ് ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അതായത് നമുക്കൊരു 8-9 സിവിൽ ടീമുകൾ തന്നെയുണ്ട്. അവരെല്ലാവരും തന്നെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്നവരാണ്. അവരിപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രോജക്ട്സ് എല്ലാം അവർക്ക് കൊടുത്ത് അങ്ങനെ ഏകദേശം ഒരു 100ഓളം പേരെ, അതിലൊരു 60 പേര് ഡയറക്റ്റ് എംപ്ലോയീസും ബാക്കി 40 പേരോളം ഇൻഡയറക്റ്റ് എംപ്ലോയീസും നമ്മുടെ കൂടെ ഉണ്ട്. സാറിൻ്റെ ഒരു ബിസിനസ്സുകാരനുള്ളിലെ കലാകാരൻ, അത് എങ്ങനെയാണ് ഒരു കലാരംഗത്തേക്ക് സാറിന് എങ്ങനെയാണ് ഇൻട്രസ്റ്റഡ് ആയത്? നാടകമായിരുന്നു തോന്നണം അല്ലേ? നാടകവും അത്യാവശ്യം ഷോർട്ട് ഫിലിംസും പിന്നെ അങ്ങനെ അല്ല, കലാരംഗം നമുക്ക് പണ്ടേ വളരെ ഇഷ്ടമുള്ളൊരിതാണ്. കോളേജ് കാലഘട്ടം മുതൽ ആക്റ്റീവായിട്ട് കൾച്ചർ ക്ലബ്ബുകളിലും ഒക്കെ ആക്റ്റീവായിരുന്നു. പിന്നെ എല്ലാവരുടെയും ലൈഫിൽ പോലെ തന്നെ ഒരു കാലഘട്ടം നമ്മൾ ബിസിനസ് എല്ലാം ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ആ സമയമൊന്നും നമ്മൾ കലാരംഗത്തേക്ക് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ബിസിനസ്സൊക്കെ ഒരു സെറ്റായി കഴിഞ്ഞപ്പോൾ, ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ 3-4 വർഷത്തിനിടയിൽ പല ചെറിയ ഷോർട്ട് ഫിലിംസും ഒക്കെ ആയിട്ട്, പിന്നെ നാടകം അങ്ങനെയൊക്കെ അഭിനയിച്ച് അത്യാവശ്യം കലാരംഗത്ത് നമ്മുടെ ഒരു എന്താ പറയുക അൺവൈൻഡിങ്, അങ്ങനെയാണ് കലാരംഗത്ത് ഞാൻ കാണുന്നത്. രണ്ടും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള മേഖലയാണല്ലോ ബിസിനസ്സും കലാരംഗം എന്ന് പറയുന്നത്. ഒരു കലാകാരനായ ബിസിനസ്സുകാരനായിട്ട് മാറട്ടെ അല്ലേ? താങ്ക് യു വെരി മച്ച്. അല്ല, അതിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു അൺവൈൻഡിങ് ഒരു ഫാക്ടർ ഉണ്ടല്ലോ. നമ്മുടെ ബിസിനസിന്റെ ടെൻഷനും എല്ലാം നമുക്ക് എളുപ്പത്തിൽ മറക്കാവുന്ന ഒരു മേഖലയാണ് കല. അപ്പോൾ അത് സിനിമ ആയിക്കോട്ടെ, നാടകം ആയിക്കോട്ടെ, ഗാനമേള ആയിക്കോട്ടെ, അല്ലെങ്കിൽ പെർഫോമൻസ് ആർട്ടുകൾ, ഈവൻ ഡാൻസുകൾ, ഈവൻ റീൽസ് എടുക്കുന്നത്, ഏത് രീതിയിലുള്ള കലയാണെങ്കിലും ഭയങ്കര അൺവൈൻഡിങ് ആണ്. അപ്പോൾ അൺവൈൻഡിങ് ഈസ് എ പാർട്ട് ഓഫ് ബിസിനസ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം സാർ ഇത്രയും നേരം ചാനൽ മലയാളത്തിനോട് സഹകരിച്ചതിനും. അതിനപ്പുറത്തേക്ക് സ്വിമ്മിംഗ് പൂൾ എന്താണെന്നുള്ളതിനെ പറ്റി ഒരു അവയർനെസ് ആണ് നമുക്ക് കിട്ടിയത്. ആ പൂൾസിനെ പറ്റിയും സാറിൻ്റെ ഒരു ബിസിനസ്സിനെ പറ്റിയല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു അവയർനെസ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചാനൽ മലയാളം നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം വളരെ റിലവൻ്റ് ആയിരുന്നു. അപ്പോൾ താങ്ക് യു വെരി മച്ച്.